ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള നല്ല നാടൻ വെള്ളക്കടല മസാല റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെസിപ്പിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വെള്ളക്കടല മസാല തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓയിലൊന്നും ഒഴിക്കാതെ 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് 1-2 മിനിറ്റ് തേങ്ങയുടെ നനവൊക്കെ ഒന്ന് മാറി വരട്ടെ. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, 1-2 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ തേങ്ങ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറി വരുമ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടും പിന്നെ 3 പച്ചമുളകും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടുതൽ വേണ്ട, ഈ ഒരു സമയത്ത് കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് സവാള ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയുടെ അതേ അളവിൽ തന്നെയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്, 2 ടീസ്പൂൺ. ഒരു നോൺ വെജ് മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്കും കിട്ടുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് കിട്ടും. ഇനി നമുക്ക് മസാലയിലേക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയും മസാലയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ ഓയിൽ തെളിഞ്ഞു വരുന്ന സമയത്ത് കടല വേവിച്ചത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളക്കടല വേവിച്ചെടുത്തതാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് റെസിപ്പീസ് ഒക്കെ ഉണ്ട് വെള്ളക്കടല വെച്ചിട്ട്. അടുത്ത് തന്നെ ഞാൻ 2 റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് വെള്ളക്കടല വേവിക്കുന്ന വിധമൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിലും കൂടി അത് ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചു, നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ വെള്ളക്കടല ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കണം.
ഇതിവിടെ 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മസാലയുള്ളത്. എനിക്കിത് കുറച്ചുകൂടി ഒന്ന് തിക്കാക്കി കൊണ്ടുവരണം, കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് അടച്ച് വെക്കുകയാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് എടുത്ത് വെക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തുറന്നു നോക്കിയതാണ്. ഇവിടെ മസാല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ എനിക്ക് മതിയാവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെള്ളക്കടലയൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്, അതൊക്കെ കാണാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്